ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഒരുപാട് സാധനമൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കൂൾബാറിലെല്ലാം കിട്ടുന്ന ടേസ്റ്റിലുള്ള ഒരു അവിൽ മിൽക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു പഴം, നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പഴമാണ്. അതായത് നിങ്ങൾക്ക് പൂവൻ പഴമോ അല്ലെങ്കിൽ ചെറിയ പഴമോ വേണമെങ്കിൽ എടുക്കാം, മൈസൂർ പഴം വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നേന്ത്രപ്പഴം എടുക്കരുത് കേട്ടോ, നാടൻ പഴമല്ല ഇതിന് വേണ്ടത്. അപ്പോൾ നല്ല പഴുത്ത പഴം ഞാനിങ്ങനെ ചെറിയ പീസസായി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ട പാലാണ് വേണ്ടത്, അതായത് നല്ല തണുപ്പിച്ച പാല്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പാലിന് ഞാൻ ഏകദേശം 1.5 കപ്പോളം പാൽ ഇവിടെ കട്ടിയാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അവിൽ മിൽക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇത് ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ, പാലിൻ്റെ അളവെല്ലാം. അപ്പോൾ ഈ ഒരു പാലും അതേപോലെ തന്നെ പഴവും നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ ഐസ് കട്ടയും അതേപോലെ തന്നെ പഴവും നല്ലോണം ഒന്ന് മാഷായി കിട്ടണം. ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യണം. അപ്പോൾ അതിൽ മുന്നേ ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഹോർലിക്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഹോർലിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് യൂസ് ചെയ്യാം. ഇനി രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഇട്ടാലാണ് നമ്മൾ കൂൾബാറിലൊരു ടേസ്റ്റ് അതിന് കിട്ടും. അപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഹോർലിക്സ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ നിങ്ങൾ ഇതിലിടുന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓവർ പഞ്ചസാര ഇട്ടിട്ട് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയാൽ നമുക്ക് കുറച്ച് കുടിക്കുമ്പോൾ തന്നെ ഒരു മസ്ത് പിടിച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നല്ലോണം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്യാം. ഞാനൊരു ടിപ്പ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മധുരം നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഹോർലിക്സിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ഇതിൽ കുറച്ച് മധുരം കുറവാണ്, അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇടുന്നില്ല. ഞാൻ 1.5 ടേബിൾ സ്പൂണ് മാത്രം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്താൽ ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ഐറ്റവും ഈ ഒരു മിക്സിയിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ മതി. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് മാത്രം കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഗസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ആ ഹോർലിക്സിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ കിസ്മിസും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ടൂട്ടി ഫ്രൂട്ടിയും കിസ്മിസും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും കിസ്മിസ് ഉണ്ടാവും, ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അവിൽ ഞാൻ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഞാൻ വറുത്ത അവിലാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുക്കാത്ത അവിലുള്ളതാണെങ്കിൽ വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലെ വീണ്ടും നമ്മുടെ ആ പാലിൻ്റെ മിക്സ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് അവിൽ കവറാവുന്ന രീതിയിൽ മാത്രം പിന്നീട് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അവിൽ വറുത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അടുത്ത ലെയറായിട്ട് നമ്മുടെ നട്ട്സാണ് ആഡ് ചെയ്യുന്നത്. നട്ട്സ് ഞാനിവിടെ ബദോ അണ്ടിപ്പരിപ്പും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ബദോന്നും ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിൻ്റെ മേലെ വീണ്ടും ഞാൻ അവിലിട്ട് കൊടുക്കുകയാണ്. ഇനി കോൺഫ്ലെക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സ് ഒന്ന് വറുത്തിട്ട് കൊടുത്താലും ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും അത് കവറാകുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ നമ്മളെ സംഭവം റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി ആ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ ബാക്കി വന്ന സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക നമ്മളിഷ്ടം പോലെ. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, തീരെ നിർബന്ധമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു അവിൽ മിൽക്കിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കൂൾബാറിലെല്ലാം കിട്ടുന്ന അവിൽ മിൽക്കിൻ്റെ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളടുത്ത് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം സാധനങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അവസാനമായിട്ട് അതിൻ്റെ മേലെ ഞാൻ വീണ്ടും ടൂട്ടി ഫ്രൂട്ടി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഹോർലിക്സിന് പകരം ബൂസ്റ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അധികം കൂൾബാറിൽ ബൂസ്റ്റ് ഇട്ടിട്ടാണ് നമുക്ക് തരാറ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട
ഒരു കാര്യം, മധുരം കൂടി പോകാൻ പാടില്ല, അതേപോലെ തീരെ തണുപ്പില്ലാണ്ടും ഇത് കഴിക്കാൻ പാടില്ല. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് അവിൽ മിൽക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് കട്ടപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കട്ടപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് നേരം നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇതിലിട്ട ഇൻഗ്രീഡിയൻസ് ഒരുപാടൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.